കോഴിക്കോട് DCCയുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് കെ മുരളീധരൻ. ലീഡർ കെ കരുണാകരൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് കെ മുരളീധരൻ വിട്ടുനിന്നത്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ കെ മുരളീധരൻ ഉള്ളത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ഷഹദ്, അച്ഛന്റെ പേരിലുള്ള ലീഡറുടെ പേരിട്ടിരിക്കുന്ന ഈ DCC ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും വിയോജിപ്പിന്റെ ഭാഗമായിട്ടുള്ള മാറി നിൽക്കലാണോ? ഇന്ന് ഇപ്പൊ ഔപചാരികമായിട്ടുള്ള ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതേയുള്ളൂ. ആ ഘട്ടത്തിലാണ് കെ മുരളീധരന്റെ അസാന്നിധ്യം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാലാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൂടാതെ PK കുഞ്ഞാലിക്കുട്ടി, കൂടാതെ UDF തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള സതീശൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ അസാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ അതായത് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമുക്കറിയാം, കോഴിക്കോട്ടെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ആ ഒരു സ്വപ്നത്തിൽ അതിന് പേര് നൽകിയിട്ടുള്ളത് കെ കരുണാകരൻ എന്ന് തന്നെയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മുരളീധരനെ നമ്മൾ വിളിച്ച ഘട്ടത്തിൽ മുരളീധരൻ തിരുവനന്തപുരത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനോടും മുതിർന്ന കോൺഗ്രസ് നേതാക്കളോടും നമ്മൾ അഭിപ്രായം ആരായും. DCCയുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് കെ മുരളീധരൻ നിന്നിരിക്കുന്നു. ലീഡർ കെ കരുണാകരന്റെ പേരിലുള്ള മന്ദിരത്തിന്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനത്തിൽ നിന്നാണ് കെ മുരളീധരൻ വിട്ടുനിന്നിരിക്കുന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നത് നേതൃത്വം വിശദീകരിക്കുമെന്ന് കരുതാം. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.